അടിപൊളി. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു പിനിയം മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ സോജില പാസ് എത്തിയേക്കാട്ടോ. ഫിയർലെസ് 55 ദ ഡെയറിംഗ് ഡു 762. ഇത് മുഗൾ ചക്രവർത്തിമാരുടെ വേനൽക്കാല വസതിയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് അടിപൊളി രസമുള്ളൊരു സ്ഥലമാണ്. മഞ്ഞുകാലത്ത് ഇതൊക്കെ ഫ്രീസാവുന്ന ഒരു ഏരിയയാണ്. ഈ മലകളൊക്കെ മഞ്ഞ് മൂടുന്നൊരു കാലം വരും, അന്ന് ഞങ്ങൾ എന്തെങ്കിലും വരും. അതാണ് ഞങ്ങളുടെ. നമ്മളിപ്പോൾ സോൻമാർഗ് ടണലിലേക്ക് കയറാറുണ്ട്. ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ്. അതായത് ഇതാണ് ഞങ്ങൾ പോണ യാത്രയിലെ ഏറ്റവും ഡേഞ്ചർ വഴി. ഇതാണ് താഴത്തേക്ക് നോക്കി ആ സൈഡിലേക്ക്. നീ ആ സൈഡിൽ ഫുഡും കുഴികളുണ്ട്. ഒരു ഗുണമുണ്ട്, ഇവർക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. അതൊരു പ്ലസ് ആണത്, മനസ്സിലായോ? ഇതെങ്ങനെ നീ നല്ല റോഡ് തന്നെയായിരിക്കും, ഇവന്മാര് വീശി ഈ വഴി കൂടെ പോയി കൂടുതൽ അപകടം ഉണ്ടാക്കും. ഇതിപ്പോ ഇവരെ വണ്ടിക്ക് പണി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാരും ശ്രദ്ധിച്ച് പതുക്കെ പോണേ. അതന്നെ അതന്നെ ഇവിടെ, അതെ സത്യം. പിന്നെ വല്ല ഫെയിലിയറുകൾ വരണം. പട്ടാള വണ്ടിക്ക് പറ്റിയില്ലേ, ONGCയുടെ വമ്പതാണ്. കുഞ്ഞു ശരിക്ക് ഇത് എൻജോയ് ചേച്ചി പകച്ചു ഇത് കൊല്ലാൻ കൊണ്ടു. സുവിസു തന്നല സുവർണല. ഇപ്പോൾ ഞങ്ങൾ കാശ്മീരിലെ പെഹൽഗാമിലാണ്. പെഹൽഗാമിൽ ഇപ്പോൾ 8 മണി ആവാറായി. സൂര്യൻ അസ്തമിച്ചിട്ടില്ല മലമുകളിൽ. താഴ്വരകളിൽ സൂര്യൻ അസ്തമിച്ചു. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം. ശക്തമായിട്ട് ഒഴുകണ നദി. ഓക്കെ, ഇതിങ്ങനെ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദി ഒഴുകണേൻ്റെ ചേർന്ന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ, അത്ര തണുപ്പില്ലെങ്കിലും അതിനോട് ചേർന്ന് ആടുകൾ വന്നിട്ടുണ്ടാ, ചെമ്മരിയാടുകൾ. അവർ വന്നത് ഇവിടെ പുല്ലുമേഞ്ഞ് 8 മണിക്കുണ്ടോ, 8 മണിക്കുള്ള സമയത്തുള്ള ലൈറ്റാണ് ഈ കാണുന്നത് നിങ്ങൾ.
ഇതെല്ലാം ഈ വണ്ടികളൊക്കെ ക്യൂ നിൽക്കുന്നത് ശ്രീനഗറിലേക്ക് തിരിച്ചു പോകുന്നതാണ്, പഹൽഗാമിലേക്ക്. ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഞങ്ങളിന്നിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഈ ആടുകളുടെ ഇടയന്മാർ കുതിരപ്പുറത്ത് വന്ന് ഇവിടെ ലാൻഡ് ചെയ്യാണ് അവർ. ഇവർ ഈ രാത്രി ഇവിടെ താമസിക്കും. ഈ മക്കളും എല്ലാവരും കൂടി ഇവരിവിടെ താമസിക്കും. ഞങ്ങളങ്ങനെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ശ്രീനഗറിലേക്ക് വേണ്ട ഞങ്ങൾ. ഇനി ശ്രീനഗർ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണാം. ഒറിഗാനോ ചപ്പാത്തി, റൈസ്, പരിപ്പറി, പാലക്കറി, ചിക്കൻ കറി, സാലഡ്. അതൊക്കെ വരും. പറ്റിക്കൽസ് ഇന്ന് കാശ് കൊടുത്തിട്ട് ഈ സാധനം വന്നില്ലെങ്കിൽ നമ്മൾ ഡൽഹിയിൽ ട്രാൻസ്ഫറിന് നിൽക്കണതാണ് കേട്ടോ. ബോറടിച്ചിട്ട് അതേ വന്നു. പുഷ് ചെയ്തെടുത്തോ. കോൾഡ് കോഫി കിട്ടി. ഇനി എന്നിട്ടാ ദേവനു അതും വന്നു എടുത്തോ. അതിന് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാശ് പോയി കിട്ടിയില്ലേ. നമുക്ക് 250 കോഫി ഒന്നും വേണ്ട. എത്ര 99 കിട്ടി. ഞങ്ങൾ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. അങ്ങ് അകലെ മഞ്ഞുമലകളൊന്നും കാണുന്നില്ല. ഈ സൈഡുണ്ട്. ഇപ്പോൾ കാശ്മീരിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇതിപ്പോൾ നട്ടാന്തരം വെയിലത്താണ് ഞങ്ങൾ വന്നേക്കണം. അത്യാവശ്യം ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാണാനുള്ള രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ മഞ്ഞോ തണുപ്പോ മിസ്റ്റോ ഒരു കോട പോലും ഇല്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പട്ടികൾ കണ്ടല്ലേ, കാശ്മീരിലെ ലോക്കൽ പട്ടികളുണ്ടാവും. നല്ല പൂടയൊക്കെ വെച്ച് അവരുടെയൊക്കെ കിടക്കുന്നുണ്ട്. അവർ ഫുൾ ടൈം ഉറക്കാം, ഫുഡടി, നല്ല ഗുണ്ടുമണികളായിട്ട് ഇങ്ങനെ കിടക്കാണ് അവർ. ശരിക്കും നല്ല മഞ്ഞുകാലത്ത് വന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജൂണിലാണ് വന്നേക്കണേ. അതുകൊണ്ട് ഈ ഒരു ഇതിലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മുടെ അടുത്ത ഊട്ടിയും ഇത് മൂന്നാറൊക്കെ പോലെ തന്നെ. നല്ല കുഞ്ഞു മക്കൾ ടൂർ വന്ന് കൊണ്ടേക്കാൻ നല്ല സ്കൂൾ കുട്ടികളെ. നല്ല രസമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്.
ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സീനിക് പ്ലേസ് ആയിട്ടാ. ഇപ്പം 12 മണി സമയമാണ്, നല്ല തെളിഞ്ഞ ദിവസം ഉണ്ടെന്ന്. ഇവരെ കാശ്മീരില് മഞ്ഞ് കാണാൻ വന്നതാ. മഞ്ഞ നെക്സ്റ്റ് കാണാണ്ടായപ്പോ ഒരു ഗാർഡനില് ഇവർ കിടന്നുറങ്ങണം. ഇതാണ് മഞ്ഞുള്ള മല. ആ മലയൊക്കെ നിറച്ച് മഞ്ഞായിരുന്നു. ഇവര് വന്നോടുകൂടി മഞ്ഞ കുരുകി വെള്ളമായിപ്പോയി. ആ വെള്ളമാണ് ഇതേ ഈ തോട്ടി കോട ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. തോട് കണ്ടോ ഇതാണ് തോട്. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ മുഗൾ ഗാർഡൻ കാണാൻ വന്നേക്കുന്നതാണ്. ഷാലിമാർ ഗാർഡൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഗാർഡനാണ് ഇത്. കുറേ വാട്ടർഫാൾ പോലുള്ള ചെറിയ സംഭവങ്ങളും. അയ്യോ, कश्मीर का अच्छा है ना उसको बोलने को नहीं आते, आप भी गा लो ऐसा बोलते हैं. अच्छा दुकान है, बड़ा वाली दुकान है वो ये ना शालीमार पार्किंग, उसके आसपास से वो घर वो नहीं है दुकान. എടുത്തോ खालो काश्मीरी पिज़्ज़ा, होममेड पिज़्ज़ा बहुत गरम और चीज़ी. ഇത് മുഗൾ ചക്രവർത്തിമാരുടെ വേനൽക്കാല വസതിയായിട്ട് അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. ഇത് അടിപൊളി രസമുള്ളൊരു സ്ഥലമാണ്. മഞ്ഞുകാലത്ത് ഇതൊക്കെ ഫ്രീസാവുന്ന ഒരു ഏരിയയാണ്. ഈ മലകളൊക്കെ മഞ്ഞ് മൂടുന്നൊരു കാലം വരും, അന്ന് ഞങ്ങൾ എന്തെങ്കിലും വരും. അതാണ് ഞങ്ങളുടെ നമ്മൾ വന്നു പണിയെടുക്കണ്ട. അവിടെ ഓടൊക്കെ പൊളിച്ചിട്ട് ഓടുമേയുണ്ട് കണ്ട. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് പശ്മിന ഷാളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പുൽമേടാണ്. നല്ല രസമുള്ള പൂക്കളാണ്. കുഞ്ഞു ഈ പൂക്കളെ രസമുണ്ടേ കുഞ്ഞു. വസന്തം ഉണർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വസന്തം പല വകഭേദങ്ങളിലുള്ള നല്ല സൗന്ദര്യമുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടോ. അതുകൊണ്ട് എത്ര ഭംഗിയാന്നൊക്കെ ഇങ്ങനെ കാണാൻ. എന്ത് രസമാണ് ഈ നിലാവ്. കച്ചവടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ നമ്മളൊന്നിനും പെടില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇഞ്ചി ഓടിച്ചോണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ. ഓക്കെ ഫൈൻ हम सारा साइट सीइंग को बस साइट सीइंग. ओके थैंक यू. कुछ मेमोरी कुछ नथिंग मेमोरी तो ध्यान. थैंक यू भैया थैंक यू. എങ്ങനെ ഇടിച്ചാലും അറിയില്ല. ഇതാണ് സൈഡിലുള്ള ഹോട്ടൽസ് വഗേര സബ്. ഇതൊക്കെ എനിക്കറിയാം. മറ്റേ പുള്ളിയുടെ വീഡിയോ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു? പക്ഷെ ഞാൻ കണ്ടില്ല, എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഇതായാലേ വരാൻ വന്നപ്പോൾ തീ വരേണ്ട അവസ്ഥ. കുളംക കോഴി ഹേ അതിൻ്റെ പണിയുണ്ട. മറ്റേ ഷാലിമാർ മീൻ പിടിക്കാൻ പോണ ബോട്ടില്ലേ, പിന്നെ അതുപോലെ നമ്മുടെ ഹൗസ് ബോട്ടില്ലേ, അതിൻ്റെയൊക്കെ ടോയ്ലറ്റ് വേസ്റ്റ് അടിയിലേക്ക് പോണേ. അതെ, പക്ഷെ ഇത് ഹെവി അല്ലേ? അത് ആ പണിക്കാരൻ മാത്രമേ ഉള്ളൂ. ഇത് കെട്ടി കിടക്കാണല്ലോ. പിന്നെ ഇത് ലേക്കാണ്.
ഓ മീന ബസാർ. മീൻ പിടിക്കുന്ന ആൾക്കാരാണോ? ആ മീൻ പിടിക്കണ്ടോ? അല്ല, മീൻ പിടിക്കാനാണോ? അതല്ല മെയിനാണ്. അത് നീ അക്ബർ ചക്രവർത്തിയുടെ കേട്ടല്ലോ നീ, മീൻ ബസാർ. അത് അവരുടെ ഒരു ഫേമസ് ഒരു ബസാറിൻ്റെ പേരാണത്. റോയൽ ബസാർ എന്നൊക്കെ. അതെ 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 അതെ, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. Ya şikayet olsa şahlı lazı kuzar çal tarafın. Ya şahlıdan kuzar şahlı söz şikayet. ആ ഏലൻ. फ्लोटिंग गार्डन है, पानी के ऊपर तैरता हुआ खेती है. ഓഹോ, ഫ്ലോട്ടിംഗ് ഗാർഡൻ. മുകളിലുള്ള കാണുന്നതാണ് ശേഖരാചാര്യ ടെമ്പിൾ മന്ദിർ. അങ്ങ് ദൂരെ മലമുകളിലാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ദാൽ ലേക്കിലാണ്. അടിപൊളി അടിപൊളി. കുഞ്ഞിന് കുറേ പടം എടുത്തിടാൻ പറ്റിയ സ്ഥലം. അതെ അതെ മനോഹരമായ കാഴ്ചകളിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഇതിന്റെ ബീച്ചിന്റെ പേരെന്താ? ബീച്ചെന്ന് ബീച്ചല്ലടി, പേര് മറന്നു. ദാൽ മുന്നുണ്ടേ മോളം മോളം. ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ ഹോട്ടലിലേക്ക്. ഹോട്ടൽ ബോട്ടായിരിക്കും കൂടി. അപ്പോൾ ഹോട്ടലിലേക്ക് ഇതൊക്കെ ഫ്രീ ആയിരിക്കും ഇവിടെ. നമ്മളവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തായ്ലൻഡിലെ ആ സംഭവത്തിൻ്റെ ഒരു ഓർമ്മ ഇല്ല എനിക്ക്. അതിലും ബൃഹത്തായിരുന്നു. അതെ അതെ, ബൃഹത് ഞണ്ട്, കണ്ട്, തവള, വേറെ രീതിയിലുള്ള സാധനങ്ങൾ. പിന്നെ ഡ്രസ്സ് ഒക്കെ ഏതാണ്ട് ഇതിൻ്റെ വേറൊരു പാറ്റേൺ അവിടെ. എനിക്കത് മാറ്റാറില്ല, ഇതിന് മാറ്റമുണ്ട്. ഒക്കെ ഒരേ പാറ്റേൺ അല്ലേ? ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം. ഞാൻ വെറുതെ പാറ്റേൺ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇതാ കോട്ട് കണ്ടോ? ആ 2 കോട്ടുകളുണ്ട്. എനിക്ക് 2 ഇഷ്ടമായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽ ആൾക്കാർ വേണം. ഇതൊരു ലൈഫാണത്. നമുക്കിതൊരു കൗതുകമാണ്, അവർക്ക് അവരുടെ ലൈഫാണ്. അതാണ്. പിന്നെ വേറെ കേസ് കിട്ടുക, ഒരു സീസണൊക്കെ വരില്ലേ, അന്ന് ഞങ്ങൾക്ക് നമ്മൾ കച്ചവടം ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ മാത്രമല്ല, നമ്മളെല്ലാവരെ പോലെയല്ല, പലരും കാശ് കൊണ്ടാണ് എറിയാൻ ആൾക്കാരൊക്കെ ഉണ്ട്. നീ ഇത്ര നേരം 1000 രൂപ പേത്തേക്ക് വാരി വന്നിട്ട് കരയാൻ വെച്ചോട്ട്. നമ്മളിവിടെ നിന്നല്ല വെള്ളം പിടിച്ചേ. ഒരു കൊച്ചറിവൻ അവന് മാത്സ് ഒന്ന് ക്ലാസ്സിൽ പോകണല്ലോ പനിയായിട്ട്. മാത്സ് ഹോംവർക്ക് ചെയ്യാൻ ബുക്ക് ഓടിക്കാൻ പോണ കൂട്ടാറുണ്ട്. ബുക്ക് കിട്ടിയുടെ പോലെ അമ്മച്ചി പറയുമോ എൻ്റെ അന്വേഷിച്ചു. അപ്പൂപ്പനുണ്ട്, അമ്മ ജോലിക്ക് പോയി തുന്നക്കടയിലാവും. എവളോ കഥകൾ, സ്റ്റോറീസ്. വാ, ഞാൻ തിരക്കട എഴുതി പ്രിയദർശനൊന്നും ചെയ്യാൻ വീട്ടിലുള്ളത്. അങ്ങനെയാണ് അവർ വീട്ടിലിരുന്നത്. ഇപ്പം എടുക്കട്ടെ, ഇപ്പം അത് റീലിടാൻ പറ്റിയ സാധനങ്ങളാണ്. പാട്ടിട്ട് മറ്റേത് ചന്നത്ത് എന്നൊരു പാട്ടില്ലേ? ഓ പാർക്ക്. നമ്മളിപ്പോൾ ഗോൾഡൻ ലേക്കിലോട്ട് വരണേ.
ഗോൾഡൻ ലേക്കിൻ്റെ ശരിക്കുള്ളതാണ് കുറച്ചുകൂടി ഇതാണ്. ഇതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു 3 മണി സമയമാണ് പറയുള്ളൂ. അതുമാതിരി ലേറ്റ് ആകണതേ കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ നോക്കി. പക്ഷേ ഇപ്പോൾ സമയം 6 മണിയായി. 6 മണിയുടെ ലൈറ്റാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുക ഏകദേശം ഒരു 7 മണിയാവും. 7 മണിയാവാതെ. അപ്പോൾ ആ പുള്ളി പറഞ്ഞത് കറക്റ്റാ. 6-6 ഒന്നായി എന്നാ പുള്ളി പറഞ്ഞതാ. അപ്പോൾ നമ്മൾ വിചാരിച്ചേ പുള്ളി പറ്റിച്ചാന്ന് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ മറ്റേ പുള്ളി നമ്മുടെ ഷാനവാസ് പ്രോ ഒരാളെ കാണിച്ചപ്പോഴല്ലോ പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് 6-6 ഒന്നാ മതി, അപ്പോഴാണ് നല്ല ടൈം എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പുള്ളി നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് വെച്ചു. സത്യത്തിൽ ഇപ്പോൾ 6 മണിയായിട്ടും വെയിൽ കുറഞ്ഞിട്ടൂല അസ്തമിച്ചിട്ടൂല സൂര്യൻ. അതുകൊണ്ട് തന്നെ ഇത് ഗോൾഡൻ കളറിലേക്ക് ഇതിലേക്ക് വന്നിട്ടില്ല. കുറച്ച് നേരം കൂടെ നിൽക്കാം. പിന്നെന്താ, എന്നിട്ട് വണ്ടി വിളിച്ചാൽ മതി. നമുക്ക് കുറച്ച് ഇവിടെ എൻജോയ് ചെയ്യാം. ഈ ചേട്ടൻ നമ്മളവിടെ ചെന്നതാ. ഇതൊരു വൈഡ് വ്യൂ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ആംബിയൻസ് ആട്ടാ. അതെ, മാത്രം ആൾക്കാർ വണ്ടുന്നേ. ഞങ്ങളിപ്പോൾ ശ്രീനഗറിൽ ദാൽ ലേക്ക് തടാകത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങകലെ ഹിമാലയത്തിലെ മഞ്ഞ് പർവ്വതം ഉണ്ടോ കാണുന്നത്. അപ്പോൾ അങ്ങകലെ പഹാഡ് കെ പീച്ച് ലേക്കിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അസോസിയേഷൻ ഫീസൊക്കെ ഉണ്ടാവും. പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പരിപാടി തന്നെ. പ്രൈവറ്റ് ബസ് പോലത്തെ ഇതാണ് ഗോൾഡൻ ലേക്ക്. ഇത് കുറേ നേരം കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുള്ള ഈ ഇതൊക്കെ ഗോൾഡൻ കളറിൽ തിളങ്ങും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കാശ്മീർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈ ചേച്ചി. നമ്മൾ സോനാമാർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളാണ് നല്ലോണം പച്ചരി പച്ചരി. ഞങ്ങളങ്ങനെ ഇപ്പോൾ കാശ്മീരിൽ വന്നിരിക്കുക. സിന്ധിൻ്റെ തന്നെ ഭാഗം. ഈ വെള്ളത്തിൻ്റെ കളർ ശ്രദ്ധിച്ച നീ, ഇത് മഞ്ഞുരുകി വന്ന വെള്ളമാണ്. ഈ പാലൊക്കെ എന്താ നോക്കിയത്, അവിടെയൊക്കെ മറ്റേ ഇതാ ഗ്രാമങ്ങൾ, അങ്ങകലെ ഗ്രാമം. ഐ ലവ് വെയിൽ. നമ്മളിപ്പോൾ സോനാമാർഗിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. ഇവിടെ സിന്ധു നദിയുടെ തീരമാണ്. എന്നാ ഒരു ആംബിയൻസാ നോക്കിയേ. कौन सा ब्रिज है, इसका नाम है क्या? से तो निश्चय नहीं पता.
നിന്ന് സോജില പാസ് 0 പോയിന്റിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഇത് എത്തിയോസിൻ്റെ ഒരു വണ്ടിയാണ്. വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ നോക്കി നമ്മുടെ ബായ് വണ്ടി പുള്ളിയൊക്കെ ഇച്ചിരി പഴക്കമുണ്ട്. പക്ഷേ ഇവർക്കാണ് ഇവിടെ ഇവരുടെ ഈ റോഡ് പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു യൂണിയൻ സംഭവമാണത്. അപ്പം എന്തായാലും ഞങ്ങൾ സോനാമാർഗിൽ വന്നിട്ട് സോജിലയിൽ പോയി മഞ്ഞ് വരാൻ പോണതാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാവും. കുമ്രി 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 റൂട്ട് ഈ കല്ലൊക്കെ തള്ളിക്കിടന്ന് കാണിക്കുന്നൊക്കെ ഭയങ്കര. ആ അതെ, ഇത് ഈ വണ്ടി അവരെ വണ്ടി സൈഡൊക്കെ കൊടുക്കുന്നത് നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിക്കും. ഇവിടെ റാഷ് ഡ്രൈവ് ചെയ്താൽ പണി പാടും, കെയർഫുൾ ആയിരിക്കണം. അതാണ് പ്രത്യേകത. അതെന്താ കേസരമോ, ഇത് ഇപ്പൊ ചെയ്ത് കുറച്ചാൾ വീടോട് വീണ്ടും പോടി. അഡ്വഞ്ചർ ആളുകളല്ലേ, അഡ്വഞ്ചേഴ്സ്. അതായത് ഇതാണ് ഞങ്ങൾ പോണ യാത്രയിലെ ഏറ്റവും ഡേഞ്ചർ വഴി. ഇതാണ് താഴത്തേക്കൊക്കെ നോക്കി ആ സൈഡിലേക്ക്. ആ നീ ആ സൈഡിൽ ഇരുന്നാണ്. ഇപ്പൊ ഞാൻ ആ ഭീകരതല്ലോ. ആ കുണ്ടും കുഴികളുണ്ട്. ഒരു ഗുണമുണ്ട്, ഇവർക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. അതൊരു പ്ലസ് ആണത്, മനസ്സിലായ? ഇതെങ്ങനെ നീ നല്ല റോഡ് തന്നെയായിരിക്കും, ഇവന്മാര് വീശി ഈ വഴി കൂടെ പോയി കൂടുതൽ അപകടം ഉണ്ടാക്കും. ഇതിപ്പോ ഇവരെ വണ്ടിക്ക് പണി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആ എല്ലാരും ശ്രദ്ധിച്ച് പതുക്കെ പോണേ. അതന്നെ അതന്നെ ഇവിടെ അതെ സത്യം. പിന്നെ വല്ല ഫെയിലിയറുകൾ വരണം. പട്ടാള വണ്ടിക്ക് പറ്റിയില്ലേ, ONGCയുടെ വമ്പൊക്കെ ഉണ്ട് താഴെ. ഗ്ലാസ് ഇതാ അല്ലല്ല, വണ്ടി കുറവായതുകൊണ്ടായിരിക്കും. In 200 meters, turn right. Turn right. വീഡിയോ എടുക്കുന്ന പോലെ അതൊരു വ്യൂ പോയിന്റാ. അവനാണ്ട് പാളാണ്ട് വന്ന ആൾക്കാരോട് ഉണ്ട് അല്ലേ. ഇതൊക്കെ ഗ്ലേഷ്യേഴ്സ്. ആൾക്കാർ ഗ്ലേഷ്യർ കണ്ട പാടി ചാടിയിറങ്ങി. അതെ, പക്ഷെ മോളിൽ ചെന്ന് നല്ല കണ്ടോടി അഴുക്കില്ലാത്തതേ. കണ്ട വഴി. അങ്ങനെ സോജില പാസ് വന്ന് 2 मिनट की बागी बनाते हैं, खाते हैं. सोजिला पास का ट्रैफिक जाम. ये ट्रैफिक जाम होने के कारण ഞാൻ തന്നെ ഹിന്ദി പറയണേ. ഇതിനുള്ള ഏക കാരണം ഇവിടെ ബർഫിൽ കളിക്കാനുള്ള ഷൂ കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള ഇതാണ്. താഴെയുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ. ഓ പൊടി, ഇത് ടെൻറ്റുകളാണ്. പിന്നെ അപ്പുറത്ത് വില്ലേജുകളുണ്ട്. റൂട്ടിലെ ലേ ലഡാക്കിലെ ഏറ്റവും ഡേഞ്ചറസ് വാലിയാണ് സോജില പാസ്. സോജില പാസ് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അതിലേക്കുള്ള ബൈക്കേഴ്സ് പോലെ നോക്കി. അടുത്ത ദിവസം ഞാനിതുപോലെ ബൈക്കിൽ പോകേണ്ടതാണ്. ബൈക്കേഴ്സ് ഏക്കി ആദ്മി സേ ചലത്തെ ഹേ. ഇങ്ങനെ 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 പോണ റോഡ് ഇങ്ങനെ 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 പോയി 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 वो है 0 पॉइंट सोजिला का.
തണുപ്പായി തുടങ്ങി. അടിപൊളി. അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു പെനിയം മാത്രമേ ഇട്ടുള്ളൂ. വലിയ തണുപ്പെന്ന് പറയാൻ പാടില്ല, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ട് എത്താൻ കാടിയാത്തേ. കാവ കിത്തന നല്ല. അങ്ങനെ കാശ്മീർ വന്നിട്ട് കാവ കുടിക്കാത്ത രജനി വലിയ സ്വപ്നമായിരുന്നു. കാശ്മീരിൽ നല്ലൊരു കാവ കുടിക്കണമെന്ന്. അത് സാധിച്ചു. എന്താ അതും സോജിലയിലെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് ഹൈ ഉള്ള സ്ഥലത്ത് വന്നിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് ഭയങ്കര, അവിടെയൊക്കെ ശരിക്കും മഞ്ഞിൻ്റെ നീ സ്ഥലം ഓർക്കണ്ടോ? നീ ഈ ബുൾജറ്റ് വീഡിയോ എടുത്തത് നീ കല്ലു നീരെടുത്ത് ഇത് വായിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര തോന്നലാന്ന്. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോഴേ തന്നെ ഓർമ്മ ഉണ്ട് എനിക്ക്. നേരാവും, രാത്രി വൈകുന്നേരവും മതി. ഇനി തിരിച്ച് നമുക്ക് വേണമെങ്കിൽ പോകണ വഴിക്കുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു ബിരിയാണി ഇട്ടാണെങ്കിൽ ബിരിയാണി മേടിച്ച് തന്നാം. ഈ ടൂ വീലർ ആരെന്താ ഇവിടെ കൂടി നോക്കണോണ്ടില്ല. വീട്ടിൽ റോഡ് കുറച്ചാണ് ഗ്ലേഷ്യേഴ്സിൻ്റെ ഉള്ളിൽ വെള്ളം പറ്റണ്ട. അവിടെ വാട്ടർ തോന്നുന്നുണ്ട് ഈ ഗ്ലേഷ്യേറിൻ്റെ ഉള്ളിൽ നിന്നാ ബ്ലാക്ക് ഐസ്. സൂചില 0 പോയിന്റിൻ്റെ അടുത്തേക്ക് എത്താണ്. റോഡിലൊക്കെ ഇങ്ങനെ ഗ്ലേഷ്യേഴ്സും ബ്ലാക്ക് ഐസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി അറിയാം കേട്ടോ. ഇങ്ങനെ നിൽക്കണതൊക്കെ ഇങ്ങനെ ഉരുകി 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 ഇത് ഈ ഗ്ലേഷ്യറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ചാലൊഴുകണുണ്ട്. അവിടെ കണ്ടത് വെള്ളം ഒഴുകണുണ്ട്. മഞ്ഞണിഞ്ഞ മാമലകൾ. ഇതാണ് ശരിക്കും മഞ്ഞണിഞ്ഞ മാമലകൾ. താമസിൻ്റെ അത്ര ഇല്ല, ആരും കുഴപ്പമില്ല. അങ്ങനെ ഇതാണ് സുജില പാസിലെ ആക്ടിവിറ്റീസ്. അവന് എനിക്കാൻ പറ്റില്ല, എനിക്കിടെ വീഴാണ്. ദേ വീണു. സൂചന ആൾട്ടിറ്റ്യൂഡ് 11,659 ഫീറ്റ്. ഞാൻ പോണത് 18,000 ഒരു 8,000 കിലോ ആൾട്ടിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. മറ്റേ ഇവിടേക്ക് യു ആർ സ്റ്റാൻഡിങ് സോജില പാസ്. ബൈക്കേഴ്സ് സോജില പാസിൽ വന്ന് ബൈക്കേഴ്സ്. അങ്ങനെ ഞങ്ങള് സോജില പാസ് എത്തിയേക്കാട്ടോ. സോജില പാസിലെ ഫിയർലെസ് 55 that daring do 762 always victorious Vijay. Super. Sajra Pass. Idea. നല്ല ഫോമിലാണ്.
അങ്ങനെ സൂചില ചെവിയില് പാട്ട് സാധനം വെച്ച് അങ്ങനെ ഞങ്ങള് സോജില പാസില് രജനി വന്ന് കയറി. ഇറ്റ്സ് ഒരു ഇതുള്ള അച്ചീവ്മെന്റ്. ബാക്കി എന്നിട്ട് ആ ചേട്ടൻ സൂം ചെയ്ത് 10 ആ ചേട്ടൻ അവിടെ കയറിയിരിക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പുള്ളിയുടെ ആടുകളാണ് ഇവിടെ മേയണതൊക്കെ. ആടുകൾ കാണാറ്റില്ല. ആ അവിടെ ഉണ്ട് ആടുകളൊരു 0.6 അടിക്ക് 0.6 എന്തോ അവിടെയാണ്. ആ പെട്ടി പഠിക്ക് നിർത്തത്. പിന്നെ ഞങ്ങൾ മഞ്ഞിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കയറണം. സുജില പാസ് നമുക്ക് ഇधർ ബർഫ് മിൽത്താ ഹൈ. രജനി ഒന്ന് കയറാൻ നോക്കണം. ഫോട്ടോ വേണ്ട, ആ ചേച്ചിയുടെ ഒന്ന് മുകളിലേക്ക് ഇട്ട് തരാമോ? 5000 ഇവിടെ വരുന്നതായത്. ഞാനിന്ന് സ്വയം എൻ്റെ അമ്മേ ആ കേറങ്ങടെ. आ जाओ बेटी, आ जाओ. चिली मजा डर जा. പോട്ടെ പോട്ടെ. തള്ളു 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 തള്ളു. കുറച്ച് കൂടുതൽ തള്ളിയോ? നോക്ക് നോക്ക് ഇനിയും നോക്ക്. ഓക്കെ ആ പൊക്കോ പൊക്കോ പൊക്കോ. കിടക്കി കിടക്കാണ് കിടക്കി കിടക്കി. എന്നിട്ട് മഞ്ഞാരി കുറച്ച് കൂടുതലായിരിക്കട്ടെ. അതായത് നമ്മൾ തന്നെ സീസണിൽ കിട്ടാവുന്നൊരിത്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് കണ്ട് അപ്പത്തിന് ചൂടിലേക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മെയ്യിലോ അല്ലെങ്കിൽ ഏപ്രിലൊക്കെ വന്നെങ്കിലേ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ടെന്റുകളാണ്ടാ. അതൊക്കെ പണിക്കാരുടെയാണ്. ഇവിടെ ഒരാൾ വരുന്നുണ്ടാ. എന്താ പൊന്നേ, സൂപ്പർ സൂപ്പർ. എനിക്ക് ചെറിയ തലവാനോ ഈ സാധനത്തിനൊരു 1500 വരും. അതായിരിക്കും തോന്നണം.
അഡ്വഞ്ചർ വഴികൂടെയായിട്ട് ഞങ്ങൾ പോണേ. സുജില പാസ്, ലേ ലഡാക്ക് യാത്രയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാസ്സാണ് സുജില പാസ്. ഇത് ശ്രീനഗറിൽ നിന്ന് സോനാമാർഗ് വന്നിട്ട് കാർഗിലിലേക്ക് പോകുന്നത് ദ്രാസ് സെക്ടറിലുള്ള ഒരു പാസ്സാണ്. ഇത് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് അത്രയില്ല, 14,000 അടി ആൾട്ടിറ്റ്യൂഡുള്ളൂ. കാരണം 19,000 അടുത്ത് വരും ഉംലിംഗ്ര പാസ്. പക്ഷേ ഉംലിംഗ്ര പാസ് ഇത്ര ഡേഞ്ചർ അല്ല, റോഡ് പൊക്കിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. അതൊരു ഗംഭീര വഴി, സൂപ്പർ റോഡ് കണ്ടാ. സോജില പാസ് ഈ താഴെ കാണുന്നതാണ് സെക്ടർ. അതിലാണ് ഇറങ്ങി പോകണ്ട. ഞങ്ങൾക്ക് ആ വഴിക്ക് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകണം. वापस आया आके एल्ले मुझे पता है ये है सोनामार्ग, उधर तक जाना है, इसलिए हमको इधर से वो पास जाना, इधर ऐसा जाना है, ऐसा सीधा जाके उधर आके ऐसा जाना है, ऐसा गाड़ी को फॉलो बैक गेड़ा तो भी मेरी साइड में से ए भाई मसला हो गया वही नॉन रहा तो उसने गाल में फोन देख खड़ी में उसका ना गाल में उसने डर गया कि मैंने तो पसंद हो और കാശ്മീർ അല്ലേ? കാശ്മീർ ശരിക്കും കാശ്മീർ दुनियादारी यही है ജമ്മുവും ലഡാക്കും ഒക്കെ മിക്സ് ചെയ്തത് ശ്രീനഗറിലേക്ക് सटमो കാശ്മീർ सही लगा वो कम से कम 28 साल की ഇപ്പൊ എറണാകുളം मैं बस 17 साल में यहाँ पे सोचता पालगाम ഒന്നാണ് उसके कारण करने काम पहले कागज दस्तीना मिना एक्सकेशन बैंक खरी सामान 8 മണിയായി മോനെ, 8 മണി രാത്രി 8 മണിയുടെ സമയത്തും ആകാശത്ത് ഇപ്പോഴും ലൈറ്റ് ഉണ്ട്. ട്രാഫിക്കിൽ പെട്ടേക്കാണ്. ഇന്ന് ഞങ്ങൾ 10 മണിയായാലും റൂമിലെത്തില്ല, 10-10 ആവും. അപ്പോൾ ഹെഡേക്കൊക്കെയാണ്. അപ്പം ഞങ്ങൾ പഹൽഗാമിലേക്ക് പോയിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫർദോസ് ഭായ് വണ്ടി പുറത്തുകയാണ്. അടി ഫീൽഡാണ് കൂടുതൽ. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ രസമല്ല. നമ്മുടെ ഇവിടെ കൊല്ലങ്കോട് ഗ്രാമവും ഈ ഗ്രാമവും നമ്മുടെ ബായ് പറയണത് ഇവിടെ ഇത് ഈ കാണുന്നതൊക്കെ കുങ്കുമപ്പൂവിൻ്റെ തോട്ടമാണ്. കേസർക 6 किलोमीटर 6 किलोमीटर तक सब
अभी ये ईरानी का किधर वो इधर मिलते हैं क्या कश्मीर में? ईरान का केसर यहाँ पे मिलता है, बहुत अच्छा है लेकिन सबसे बेस्ट जो है वो कश्मीर का है। കശ്മീർ ഇതൊക്കെ സാഫ്രോൺ ഷോപ്പുകളുണ്ട്. അത് ഫുള്ള് കുങ്കുമപ്പൂവിൻ്റെ കടകളാണ്. ഈ 6 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ത്യയിലുള്ള എല്ലാ കുങ്കുമപ്പൂവിൻ്റെ പാടങ്ങളും ഉള്ളത്. മുകളെല്ലാം കാണുന്ന പാടങ്ങളാണ്. ആ പാടങ്ങളിൽ ഉണ്ടാക്കുന്ന കർഷകരുടെ ഔട്ട്ലെറ്റുകളാണ് ഈ കാണുന്നത്. ഈ ഔട്ട്ലെറ്റിൽ വെച്ചിട്ടാണ് അവരെല്ലാവരും കേസർത്താവും ഇവിടെയാണ് കംപ്ലീറ്റ് എടുക്കുന്നത്. ഗാവ് കാ നാം ക്യാ ഹൈ? लतपुरा ലത്പുര. ലത്പുര ലത്പുര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. वहाँ पर लतपुरा പാമ്പോർ. ഓക്കെ ഓക്കെ, പാമ്പോർ ലത്പുര, പാമ്പോർ ലാൽ കേസർ. അപ്പോൾ കുങ്കുമപ്പൂ അറിയാലോ, ഏറ്റവും നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും വിലപ്പെട്ട സംഭവമുള്ളൂ. കിത്തന ഹോത്ത ഹൈ 1 kg को? आप अच्छे से यहाँ पे देखो, फिर उसके बाद और वीडियो में आप देख जाइए। ആ ഓക്കെ ഓക്കെ ഓക്കെ. എടി എന്നാൽ വെറുതെ കണ്ടുകൊണ്ട് വന്ന് പറഞ്ഞാൽ वहाँ മതി. पे अगर സാഫ്രോ ഇവിടെ ഒരു കടയിൽ ഞങ്ങളെ ഫെർദോസ് ബായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണാൻ നമുക്ക് മേടിക്കാനൊന്നും മുതലാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് देखने കുങ്കുമപ്പൂവിൻ്റെ കേരള കേരള ആ ഹിന്ദി ഉത്തര കാവ ആ കാവ കഴിച്ചില്ലേ? കാവ ഉണ്ടാക്കുന്നത്. ഓ കേസർ. ये केसर है कुंकुमा फूल। ഓ കുങ്കുമപ്പൂ. थोड़ा सा मैं यहाँ के प्रोडक्ट्स के बारे में बता देता हूँ क्या क्या है हमारे पास। ആ ഹണി हनी, शुगर, ഇത് കാവ ഉണ്ടാക്കണ മിക്സ് ആണ് കേട്ടോ. इसमें क्या क्या है गार्निशिंग के ड्राई फ्रूट्स, भाई? इसमें क्या क्या है? इलायची, दालचीनी, मुलाठी, तेज पत्ता, रोज पेटल्स है, केसर पेटल्स है, सौंफ है, चाय पत्ती है, इसमें मुलाठी है, ओ सब है. पूरे 11 हर्ब्स रहते हैं सर इसमें। ये तो इसको क्या बोला 800? कहवा कितना बोला पैसा? 800 रुपीज़ 250 ग्राम्स। उसको डिस्काउंट करते हैं ना. ഇത് എതെടുക്കണം? म्यूसली 1400 रुपीज़। ഇത് എന്തെടുക്കണം? 1000 1 കിലോ വേണോ? 1/2 കിലോ മതി. ഹാഫ് kg ചെയ്തോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ നമ്മുടെ മിക്സ് മാത്രം മേടിച്ചുള്ളൂ. കാവയുടെ പൊടിയും ഇത് കാശ്മീരി ചില്ലി അടക്കം എല്ലാ സാധനങ്ങളും ഫ്രഷ് ഐറ്റംസ് ആയിട്ടുള്ളൂ. ഇതിങ്ങനെ കൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓയിൽ വരും. ഈ ബദാമിനും വാൾനട്ടിന്നൊക്കെ തണച്ചാൽ. ഇന്നലത്തെ വെച്ചാൽ അങ്ങനെ നമ്മൾ പഹൽഗാമിലേക്ക് എടുത്തോണ്ടിരിക്കുക കേട്ടോ. कौन सा रिवर है? ये वो जालिम में जाता है। जालिमा उधर कश्मीर वो श्रीनगर की तरफ. अभी पानी कम है, वो दिसंबर में पानी ज़्यादा है. हाँ പഹൽഗാമിൽ ഇവിടെ നിന്ന് തുടങ്ങി ആപ്പിൾ വാലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ റോഡ് സൈഡിൽ ക്യാൻവാസിങ്ങിന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചാടി നിൽക്കും. അത് ഭയങ്കര ഇതൊക്കെ ആപ്പിൾ വാലീസാണ്. ആപ്പിൾ മരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഭായി എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നല്ല സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ ഇത് കുടിക്കാനായിട്ട്. ഓക്കെ ആ ചോദിക്കാൻ ഇവിടെ ഉണ്ടാവും. അതെ ഉണ്ട്. അത് ഒറിജിനലാണെന്ന് പറയുമ്പോൾ അത് ഗൈഡ്. आपका नाम क्या है? आसिफ रोज. ओके. तो ग्रीन एप्पल उണ്ടോ? ചോദിച്ചേ. आज आपको छुट्टी है क्या? स्कूल नहीं है? जून फुल जून. ये ग्रीन एप्पल है? റെഡ് ആപ്പിൾ ഉണ്ടോ? റെഡ് റെഡ് ആ ഇതിപ്പോൾ കക്കണ്. അത് ആയി കഴിയുമ്പോൾ ഓ അത് ഗ്രീൻ. ആ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഞങ്ങള് അല്ല നമ്മുടെ ഇറങ്ങി നിൽക്കണമെന്നാ ചോദിച്ചത്. അത് വേണ്ട, അതേ പറഞ്ഞു. ഓക്കെ
मैं पता है कि सुन ആ വെള്ളം നോക്കി, ആ കളറാ ഞാൻ പറഞ്ഞത്. ഇന്നലെ കണ്ട വെള്ളം ഇതല്ല, ഇന്നലെ കണ്ട വെള്ളം കഞ്ഞവെള്ളമായിരുന്നു. ഇത് ഗ്രീൻ വെള്ളം, ഒരു സിയാൻ. അവരുടെ ട്രെയിൻ അല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നീ അതിനെത്രയും ആഘോഷിക്കുന്നു, നീ ആഘോഷിക്കുന്നു. ഇവിടെയാണ് ചേച്ചി കുളിച്ച ഇനി ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല അതുകൊണ്ട് പറയും. അവിടെ കുതിരകളൊക്കെ ഉണ്ടോ? അതെ, ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് സ്ഥലങ്ങളിലേക്കും നമ്മളെ ടൂർ കൊണ്ടുപോകുന്നത്. അതിങ്ങനെ ഈ മഞ്ഞിൻ്റെ അവിടെ വരെയൊക്കെ വേണമെങ്കിൽ പോവാം. ബൈസരം വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അന്ന് വെടിവെച്ച് പ്രശ്നമുണ്ടായത്, അതൊക്കെ ആ ഏരിയ ആണ്. പക്ഷെ അവിടെ അന്ന് ബന്ധായതാണ്. പിന്നെ ഇത് ചെയ്തല്ല, അല്ല വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. പാൽഗാമിലെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. ഇവിടെയൊക്കെ अच्छा अच्छा ओके 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 हम नहीं हो जाए അത് വെക്കണ്ട ട്രീ മേടിക്ക, അവർ തന്നെ മേടിക്കണ്ട കേട്ടോ. അതായത് ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ഇതൊക്കെ ഒന്ന് കൈ തരും, എന്നിട്ട് അതിന് കാശ് മേടിക്കും, ടിപ്സ് ഫോണെടുത്തേം. അത് കഴിയുന്നത് നമ്മളതൊന്നും മേടിക്കണ്ട, നമ്മൾ നേരെ പോകണം. നമുക്ക് ബായി അവിടെ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് തരും. ഇല്ലില്ല ഇല്ലില്ല. ആ അവള് ഇവിടുന്ന് പുള്ളി ഫോട്ടോ എടുത്തൂടി. हैंड फुल ओके बैक टर्न 1 2 3 നീയാ 1 2 3 ഇതാണ് പഹൽഗാമിലെ കനിമാർഗ് എന്ന് പറയുന്ന ഒരു സ്വർഗതുല്യമായ ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഉണ്ടോ ഇവിടെ നമുക്ക് കുതിരപ്പുറത്താണ് ഞങ്ങളിവിടെ വന്നത്. മുകളിൽ നമുക്ക് മഞ്ഞ് മലകൾ കാണാം. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ബൈസറൻ വാലിയൊക്കെ വരുന്ന സ്ഥലം. അവിടേക്ക് കുതിരപ്പുറത്ത് പോകാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നിർത്തിയേക്കാണ് ആ പരിപാടി. കാരണം വേറെ നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായ ആ ഒരു ഇതിന് ശേഷം ഇവിടെയൊക്കെ നമ്മുടെ പട്ടാളക്കാർ ഇവിടെ നമുക്ക് കാവലായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. हाँ सब पैकेज में मिलेंगे. कैसे നോക്കൂ കുഞ്ഞു. അപ്പം ഞങ്ങൾ അടിപൊളിയാണ് ഈ സ്ഥലം. ഇവിടെയൊക്കെ വരാൻ അടിപൊളിയാണ്.
അങ്ങനെ ഞങ്ങൾ തണലത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യുക. മുകളിൽ മഞ്ഞുമല കാണാം. കേട്ടോ കുതിരകൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ പെരുമാർക്ക്. ഓക്കെ, ये डॉग इनका पढ़ा लिखा रहता है ഓ ഓ ഓ സബ് करने के लिए. ഓക്കെ ഓക്കെ ഓക്കെ. बमरा go to first. रोको हाँ. राइडिंग में स्लो राइडिंग में मजा फर्स्ट. हाँ मैडम, ഫാസ്റ്റ് डरना नहीं. ओके ഫാസ്റ്റ് ചെയ്യാൻ പാട്ടോ. दिस इज मीडियम साइज. ओके नो टेंशन. ഉസ്കോ ചാഹിയേ. नो फास्ट नहीं जाएगा इसको पता है. കുഞ്ഞു ചാടി ഓക്കെ പറഞ്ഞു. गाड़ी का अपने साइड दे नो टेंशन. ब्रीजवुड कॉटेज. इधर रिसोर्ट भी है ना? കുഞ്ഞങ്ങടെ കാട കയറി പോണ്ടല്ലോ. പണിയൊക്കെ പഠിച്ചല്ലേ. പേടിക്കണ്ട കുഞ്ഞു പാട്. റൈറ്റ് ഇവൻ മറ്റവൻ എൻ്റെ അപ്പുറത്തറവാണ് കൊച്ചിൻ്റെ. റൈറ്റ് പോലെ റൈറ്റ്. ആ അവൻ ആ സൈഡിൽ പോയിടാ. കുഴപ്പമില്ല കുഞ്ഞു ഡോണ്ട് പറയും. അവൻ ഏതിൽ കയറി വന്നോളൂ. അവൻ ഏതിൽ പോയാലും അവൻ അവിടെ വരും. അവന് വഴി അറിയാടി. ആ ആ चलने दो सिस्टर. കുഞ്ഞൊന്ന് വഴിയേറ്റ് പോയായിരുന്നു. രേനിയ സൂവി തന്നെയല്ല ഡാൻസ്. അങ്ങനെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇത് ചാണകം മാത്രമാണത്. ചാണകം മാത്രം. ഗോബർ. ഈ നദിയിൽ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ കുതിര സവാരി എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ നടു ഒടിഞ്ഞു. നടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അല്ല, സാമ്പത്തികത്തിൻ്റെ അജാതി കാശാണ് ഇവിടെ മേടിക്കുന്നത്. നോക്കിയിട്ടല്ല, ടൂർ വരുമ്പോൾ നല്ല കാശായിട്ട് വരിക. കാശില്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങളെ പോലെ നടക്കേണ്ടി വരും. റിവർ റാഫ്റ്റിങ്ങിന് എങ്ങനെ പോയാലും ആൾക്കൊരു 5 രൂപയൊക്കെ മേടിക്കും. അല്ല ഞാൻ ചെയ്യാറില്ല, അല്ലെങ്കിലും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത് ഈ കാണുന്നത് മറ്റേ അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ക്യൂ കൗണ്ടറിൻ്റെ സംഭവം. ഇതിപ്പോൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ നേരത്തെ ജൂണിൽ വന്നു. ഇവിടെ നിന്ന് ഒരു 38 കിലോമീറ്റർ ആയിട്ട് ഉണ്ട്. കുറച്ച് വണ്ടിക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുതിരയമേ പോകണം 32 കിലോമീറ്റർ ആയിട്ട്. അത് ഒരു ദിവസം അങ്ങോട്ട് പോയി അവിടെ തൊഴുതിട്ട് രണ്ടാമത്തെ ദിവസം തിരിച്ച് കുതിരയമേ തന്നെ ഇങ്ങോട്ട്. അത് ഭയങ്കര ഒരു അഡ്വഞ്ചർ യാത്രയാണ്. उसके बारे में हमको नहीं मालूम है. उस तरह जाने के लिए घोड़े में जाना है. घोड़े पे भी जाना होता है और चल के भी जाएगा. 32 किलोमीटर. 32 किलोमीटर.
टेम्पल उधर है क्या? ഞങ്ങളങ്ങനെ പഹൽഗാമിൽ വന്നിട്ട് ഇവിടുത്തെ നദീതീരത്ത് വന്നേക്കാം കേട്ടോ. അതായത് ഇങ്ങനെ താഴത്ത് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മലനിരകളൊക്കെ കാണാം. അങ്ങനെ പഹൽഗാമിലെ നദിയുടെ തീരത്തിരിക്കാൻ കേട്ടോ കുഞ്ഞും ചേച്ചനെയും. നീയും ചെല്ല്. ആ ഇതൊക്കെയാണ് നമ്മളിവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവനിത് ഇവിടുത്തെ കാഴ്ചയല്ലേടി. വെച്ച 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 ഇപ്പൊ സമയം പറയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും? 7:30. ഇനി വെയിൽ കാണിച്ചു തരാം. മലയിലെ ഹിമാലയത്തിന്റെ മുകളിലുള്ള വെയിൽ കാണിച്ചു തരാം കേട്ടാ. ദേ ഇപ്പോഴും സൂര്യൻ അവിടെ അസ്തമിച്ചിട്ടില്ല. മഞ്ഞ്. ഇവിടെ രാത്രിയാകുമ്പോൾ 8 മണിക്ക് ശേഷം 8:30 ആവും പൂർണ്ണമായിട്ടും മലമുകളിൽ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ. ഇപ്പം നിലവിൽ ഇവിടെ താഴ്വരയിൽ ഈ പുഴയുടെ താഴ്വരയിലൊക്കെ ഒരു 6 മണി സമയത്തിൻ്റെ ഒരു ആംബിയൻസായി. എന്തൊരു ഭംഗിയാന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങളിത് എവിടെ ഇങ്ങനെ കല്ലുകളടക്കി. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം. ശക്തമായിട്ട് ഒഴുകണ നദി. ഓക്കെ, ഇതിങ്ങനെ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദി ഒഴുകണേൻ്റെ ചേർന്ന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. അത്ര തണുപ്പില്ലെങ്കിലും അതിനോട് ചേർന്ന് ആടുകൾ വന്നിട്ടുണ്ടാ. ചെമ്മരിയാടുകൾ. അവർ വന്നത് ഇവിടെ പുല്ലുമേഞ്ഞ് 8 മണിക്കുണ്ടോ. 8 മണിക്കുള്ള സമയത്തുള്ള ലൈറ്റാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതെല്ലാം ഈ വണ്ടികളൊക്കെ ക്യൂ നിൽക്കുന്നത് ശ്രീനഗറിലേക്ക് തിരിച്ചു പോകുന്നതാണ്, പഹൽഗാമിലേക്ക്. ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഞങ്ങളിന്നിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഈ ആടുകളുടെ ഇടയന്മാർ ഇത് കുതിരപ്പുറത്ത് വന്ന് ഇവിടെ ലാൻഡ് ചെയ്യാണ് അവർ. ഇന്ന് ഇവർ ഈ രാത്രി ഇവിടെ താമസിക്കും. ഈ മക്കളും എല്ലാവരും കൂടി ഇവരിവിടെ താമസിക്കും. ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാൻ കേട്ടോ. നല്ല കുത്തി ഒഴുകുന്ന നദിയാണ്. ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ആ വാട്ടർ ക്രോസിങ്ങിൻ്റെ മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ചെമ്മരിയാടുകൾ വരിയായിട്ട് വരണുണ്ടോ. എന്തൊരു ഭംഗിയാണെന്നൊക്കെ. സൂപ്പർ കാഴ്ച, സൂപ്പർ കാഴ്ച. ഇനി ഞാനേ ഷൂവ് നനയാണ്ട് ക്രോസ് ചെയ്ത് പോകണം. നോക്കട്ടെ. വീഴാണ്ട് പോ. എൻ്റെ ഷൂവിനെ നനഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ പൊന്നെ ഇപ്പൊ പണി പാടിയാനെ. വീണനെ തലക്കാണ്. അന്ന് നീ ഇതിലെ പോ. വാ ഇങ്ങോട്ട് വാ. ഇതിലെ കയറിപ്പോ. അല്ലെങ്കിൽ നീ ആണ് നനഞ്ഞാൽ പൊക്കൊന്നാ. എന്തായാലും ഷൂ നനഞ്ഞില്ലേ. കുഞ്ഞു പൊക്കോളും. കുഞ്ഞോ ഒരു കല്ലുമ്പോ ചവിട്ട്. അതുമ്പോ ചവിട്ട്. അടുത്തത് അതന്നെ. പോയി, എല്ലാം പോയി. ഇനി എൻ്റെ ഊഴം. കുഞ്ഞു പോയ വഴിക്ക് പോണാൽ അവിടെ ഒരു കല്ല് പ്രശ്നമാണ്. എൻ്റെ ബുദ്ധി ഞാൻ ഉപയോഗിക്കട്ടെ സുഹൃത്തുക്കളെ. എനിക്ക് കവ ഇച്ചിരി വലുതാണ്. കുഞ്ഞ് ഞാൻ വീഴാൻ നോക്കിയിരുന്നതാ. എന്ത് രസാന്ന് നോക്കിയാടി. വാ ഇതിലെ വാ. ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാം. വാ ഇതിലൊക്കെ ഉള്ളിൽ കയറിപ്പോ. വാടി ഇതിലെ പോ. നടക്ക് പൊക്കോ, കുഴപ്പമില്ല.
चलते हैं ना ओके कुछ नहीं चलते ഇന്നത് ഈ ഫാമിലി ഇവിടെ സ്റ്റേ ആണ് കണ്ടവര് അപ്പത്തേടെ വക്രികൾ പോകണ്ട 8 മണിക്കുള്ള അമർനാഥ് തീർത്ഥാടനം ചെയ്യണ ഹില്ലേരിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. പഹൽഗാമിൽ നിന്ന് നോക്കുമ്പോഴുള്ള സ്ഥലമുണ്ടോ നമ്മുടെ होटल गार्लिक इधर है पैडी गार्लिक का इधर आलू है ना आलू आलू क्या है बुट्टा हाँ 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 ഞങ്ങളുടെ ഹോട്ടലുണ്ടത് മൗണ്ടൻ ഹിൽ റിസോർട്ട് ഇതൊക്കെ പാൽഗാമേ. അപ്പോൾ ഇവിടെ സോൻവാറാണ് സ്ഥലം. ഇവിടുന്ന് 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ ദാൽ ലേക്കിലേക്ക്. ശ്രീനഗർ തന്നെ ഇത് സോൻവാർ, തൊട്ടപ്പുറത്ത് ദാൽ ലേക്ക്. 1 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഹോട്ടൽ കാര്യങ്ങളൊക്കെ മായി റെഡിയാക്കി തരും. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ടൂറിന് ട്രാവലേഴ്സ് ഉണ്ട്. ന്യൂപ്പറി ട്രാവൽസ് എന്നാണ് ആളുടെ ട്രാവൽസിൻ്റെ പേര്. അപ്പോൾ ആളുടെ ഷോപ്പിലൊന്ന് അടിപൊളി ഫുഡ് കഴിക്കാം. നല്ല മനുഷ്യനാണ്. കാശ്മീരി അടിപൊളി മനുഷ്യനാണ്. ഇവിടെ വന്ന് പരിചയപ്പെട്ടത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ബൈക്ക് ഇവിടുന്ന് കയറ്റി അയക്കാൻ വേണ്ടി ഇവിടെ മലയാളി ട്രാവൽ ടീം ഉണ്ടായി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് 25,000 രൂപ വേണമെന്ന് പറഞ്ഞു നാട്ടിലേക്ക്, ഇവിടുന്ന് എൻ്റെ ബുള്ളറ്റ് നാട്ടിലേക്ക് അയക്കാനായിട്ട്. അപ്പോഴാണ് ഞാനിവിടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ പുള്ളിയായിട്ട് പരിചയപ്പെട്ടത്. ഞാനിങ്ങനെ പ്രശ്നത്തിലാണ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഡോണ്ട് വറി ശരിയാക്കി തരണം പറഞ്ഞു. കാരണം പുള്ളിക്ക് ഇവിടുന്ന് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പാമ്പോളിൽ നിന്ന് അയക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പുള്ളി ബൈക്ക് എനിക്ക് അവർ വഴി ഗതി എന്ന് പറഞ്ഞൊരിതുണ്ടല്ലോ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. വെറും 10,000 രൂപയ്ക്കാണ് എനിക്ക് ബൈ ഹായ് ബ്രോ. हेलो शहनवाज हियर फ्रॉम श्रीनगर. हमारे पास पूरा पैकेज होता है, ठीक है. एयरपोर्ट पिकअप होता है, रेलवे पिकअप होता है, मतलब यहाँ से होटल से पिकअप होगा. पूरा पैकेज देते हैं हम. 3 nights 4 days, 5 nights 6 days, 7 nights 8 days. उसमें सारा आता है. जेन्युइन पैकेज होता है. गाड़ी होता है, अपना ट्रांसपोर्ट, ये टेम्पो ट्रैवलर होता है ज़रूरत, इनोवा क्रिस्टा, इटियास होता है ज़रूरत, ठीक है. पूरा पैकेज बना देते हैं जिसमें गुलमर्ग आता है, पहलगाम आता है, श्रीनगर आता है, वो सोनमर्ग आता है, उसमें दूध पत्री आता है. उसमें कस्टमर के हिसाब से चॉइस होती है, वो कितने डेज के लिए रहना चाहता है, कश्मीर को विजिट देखना चाहता है, कश्मीर ये कस्टमर के हिसाब से, ठीक है. तो उसमें हम बराबर जेन्युइन पैकेज बना के देते हैं. हमारा ट्रांसपोर्ट होता है, उसमें मील्स होते हैं, ब्रेकफास्ट डिनर इंक्लूड होता है. उसमें विंटर्स में अलग होता है, समर्स में अलग होता है, थोड़ा सा चेंज हो जाता है, ठीक है. रेट्स वगैरह अप डाउन आते हैं, ज़्यादा डिफरेंस नहीं होता है. सब कुछ दिखाते हैं हम. बाकी इसमें आपका होता है, अगर आप एक्टिविटी गुलमर्ग में करोगे, हॉर्स राइडिंग वगैरह करोगे या ATV पे जाओगे, उसमें वहाँ से वो कॉस्टिंग अलग करते हैं. वो आपको खुद करना हो तो वो पैकेज में इंक्लूड नहीं होता है. जैसे कि पहलगाम में आपको जाना है, वहाँ से आप बेताब वैली, चंदनवाड़ी, आरा वैली जाओगे, वहाँ पे आपको अपने चार्जेस लगेंगे, वो इंक्लूड नहीं होता है पैकेज में. ठीक है. शिकारा राइड करना है आपको डाल में, वो आपको अपने हिसाब से करना है. 2 घंटे करोगे, 1 घंटे करोगे, 3 घंटे करोगे, वो आपको अपने हिसाब से करना है. जी. हम अगर आपको बाइक यहाँ पे कोरियर करनी है, वहाँ पे इससे पहले भी मैंने किया है, ठीक है. तो मैंने भेज दिया यहाँ से भी बाइक वगैरह पूरा आपको पहुँच जाएगी आराम से, सस्ते में, बिल्कुल सस्ते में, जेन्युइन रेट पे. लगेज कुछ भी होगा वो सारा पार्सल हो जाएगा. വാസ്ബായിട്ട് അടുത്ത് വന്നേക്കാം കേട്ടോ. ഞാൻ ഫുഡ് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഓക്കെ ദർശനം താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഷാനവാസ്ബായുടെ ഷോപ്പാണ്. അടിപൊളി ഷോപ്പാട്ടോ. ഫുഡ് സൂപ്പർ ഫുഡാണ്. ഇന്നത്തെ ബിരിയാണി ഇവിടുന്ന് കഴിച്ചേ, മറ്റേ റോള് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചേ. അപ്പോൾ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അടുത്ത് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. നമ്മുടെ ഷാനവാസ് ബായുടെ ഷോപ്പാട്ടോ, ഷാനി ദർബാർ. ഞാനിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സോൻവാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോൻവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഒരു ഓംലെറ്റും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബായി നമ്മളെ ഫുഡ് കഴിക്കാതെ വിടില്ല എന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് യാത്ര ഞാൻ എയർപോർട്ടിലേക്ക് ആക്കും. അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് പോകും. ഷാൻ ഇ ദർബാർ. അപ്പോൾ ഞാനും ബായും കൂടി എയർപോർട്ടിലേക്ക് വാങ്ങും.
മിലിറ്ററിയുടെ ഒരു ഏരിയ കൂടിയാണ് ദാൽ ലേക്ക്. ഇത്ര ദൂരം 1 കിലോമീറ്റർ ആണ്, 1 കിലോമീറ്റർ നടക്കാനുള്ളൂ ദാൽ ലേക്കിലേക്ക്. അപ്പോൾ നമ്മൾ സോൻവാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് സോൻവാർ അല്ലേ? സൂപ്പർ മനുഷ്യനുണ്ടായത്. അങ്ങനെ നമ്മൾ ശ്രീനഗറിനോട് വിട പറയാണ്. ഇത് സോൻവാറിൽ നിന്ന് ദാൽ ലേക്കിലേക്കുള്ള റൂട്ടാണ്. ഇവിടുന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് അതിൻ്റെ സൈഡിലൂടെ അങ്ങോട്ട് പോവാം, ശ്രീനഗറിലേക്ക്, മറ്റേ ജമ്മു ഹൈവേയിലേക്ക്. നമുക്ക് നമ്മൾ പാമ്പോർ, പാൽഗാം റൂട്ട്, അല്ലെങ്കിൽ സോനമാർഗ്, സോജില, ലേ ലഡാക്ക് പോകാനായിട്ട് ഇവിടുന്ന് പോകാം. ഗുൽമാർഗ് പോകാനായിട്ട്, ദൂൽപത്രി എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് കൊച്ചു അടിപൊളി ഗ്രാമങ്ങളുണ്ട്. കുറേ ദിവസം ഇവിടെ ഒരിക്കലും ടൂർ വരരുത് കാശ്മീർ. ഒരിക്കലും എല്ലാവരും ട്രാവൽ ചെയ്യുക കാശ്മീരിലേക്ക്. നമ്മൾ ഒരിക്കലും ടൂറായിട്ട് വരരുത്, ഒരു സ്ഥലത്തേക്കും ടൂറായിട്ട് വരരുത്. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുക, ട്രാവലറായിട്ട് വരിക. കാരണം ടൂറായിട്ട് വന്നാൽ നമ്മളെ ഇവർ കൊണ്ടുപോകുന്നത് ഓരോ കച്ചവട സ്ഥലത്തേക്കാണ്. കുതിരേനെ കൊടുക്കുന്നിടത്തേക്ക്. ഇവിടെ ആണെങ്കിൽ ദാൽ ലേക്കിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ ശിക്കാരക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾ കിട്ടും. അത് അവരെ പറഞ്ഞില്ല. ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിനെയോ എല്ലാവരും അവർ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. ടൂറിന് ഫാമിലി ആളുകളാണ് ടൂർ വരുന്നത്. അപ്പോൾ അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ശിക്കാര റൈഡിങ്ങിനാണ്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി നമ്മളെ വിൽക്കാന്ന് പറയില്ലേ, അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ. പിന്നെ അവിടെ കച്ചവടക്കാർ നമ്മളെ കുത്തിപ്പറിക്കാനായിട്ട് അങ്ങനെ ഒരു സംഭവമായി. ഞാനും ഫാമിലിയായിട്ട് വന്നിട്ട് ഇത് തന്നെയായിരുന്നു അവസ്ഥ. സോനാമാർഗിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് വണ്ടി സോനാമാർഗ് വരെ കൊണ്ടുപോകും. അവിടെ നിന്ന് സോജില ബസ്സിലേക്ക് അവരുടെ യൂണിയൻ്റെ ടാക്സി എടുക്കണം. അവിടെ നമ്മളെ അവിടെ കൊണ്ടുപോയി അവർ എന്താ പറയുക, നമ്മളെ വിൽക്കാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാശ് 10,000 എന്ന് പറഞ്ഞാൽ 10,000, 8,000 എന്ന് പറഞ്ഞാൽ 8,000. ഒരു എത്യോസ്, ഒരു തല്ലിപ്പൊളി വണ്ടി. എന്നിട്ട് മഹാപരാക്ക് പാവങ്ങളും ഡ്രൈവർമാർ, അവർ പാവങ്ങൾ. എന്നിട്ട് മറ്റേ ആൾക്കാർ നമ്മൾ ഇതിൽ കയറിയിരുന്ന് അവിടെ ജീവനോടെ എത്തി എന്നുള്ള രീതിയിലുള്ള വണ്ടിയുടെ പോക്കും കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ കപ്പാസിറ്റി അതാ, ബ്രേക്കുണ്ടോ, ടയറുണ്ടോ, മൊട്ട ടയറൊക്കെ വെച്ചാൽ പോകണേ. 8,000 രൂപയാണ് ഞാനും എൻ്റെ ഫാമിലിയും പോയതിന് സോനാമാർഗിൽ നിന്ന് സോജില വരെ. നമ്മളീ പോയ ടാക്സിക്ക് പോകാവുന്ന കാര്യമുള്ളൂ, 25 കിലോമീറ്റർ കൂടി പോയാൽ മതി. അതിന് വേണ്ടിയിട്ട് മേടിച്ച് 8,000 രൂപ. ഞാൻ നോക്കിയിട്ട് കിലോമീറ്ററിന് ഏതാണ്ട് 1 കിലോമീറ്റർ 400 രൂപ റേഞ്ച് മേടിച്ചിട്ട്. കാരണം അപ്പ് ആൻഡ് ഡൗൺ 50 കിലോമീറ്റർ വരും. ഈ 50 കിലോമീറ്റർ 8,000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കും എത്ര കാശ് നമ്മുടെ നിന്ന് അവർ മേടിച്ചു. 50 കിലോമീറ്റർ പോകാനായിട്ട് 8,000 രൂപ. പിന്നെ നമുക്ക് അവർ നിർബന്ധമായിട്ട് നമ്മളുടെ ഷൂ, മഞ്ഞിൽ കളിക്കണമെങ്കിൽ ഷൂ വേണം, അല്ലെങ്കിൽ അതപ്പോൾ ഞാൻ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയത്. പക്ഷേ ഷൂ ഇല്ലാതെ മഞ്ഞിൽ കളിക്കാൻ പറ്റൂല, സ്പോട്ട് ഇടണം, തണുക്കും. സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ നിർബന്ധിച്ചെടുക്കുകയാണ്. അതിന് ഒരു എമൗണ്ട്. ഓരോ ആൾക്കാർക്ക് 1,500 പറയണം. പിന്നെ അവരുടെ കാല് വെച്ച് പേശി ഞങ്ങൾ 3 ആൾക്കും കൂടി 2,000 രൂപയ്ക്കകത്ത്. അങ്ങനെ ആ ഒരു മഞ്ഞ് കാണാൻ വേണ്ടി പോയതിന് മാത്രം 10,000 രൂപ അവർ മേടിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ ട്രാവൽ ചെയ്ത് ബൈക്ക് കൊണ്ടാണ് വന്നെങ്കിൽ, ഞാൻ ഫസ്റ്റ് ബൈക്ക് കൊണ്ടാണ് ട്രാവൽ. ഞാൻ എല്ലായിടത്തും പോയി. പോലീസുകാർ ശല്യം ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ, പോലീസുകാർ തടഞ്ഞെത്തി അത് ഒരു 50 രൂപ 100 രൂപ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പർ പ്ലേറ്റ് IND കണ്ടില്ല, അതിൻ്റെ അതൊക്കെ പറഞ്ഞുള്ള ശല്യങ്ങളുള്ളൂ ഒഴിച്ചാൽ നമുക്കൊരു ശല്യമില്ല. ഒരു ശല്യം ഈ കച്ചവടക്കാരെ നമുക്ക് മേടിക്കണ്ട. നമ്മളാരും മേടിക്കൂല, നമ്മളാരും കൊണ്ട് വിൽക്കൂല. അതാണ് വിൽപ്പന ഇല്ലാതെ വന്നെങ്കിൽ ട്രാവലറായിട്ട് വരണം. ഏത് സ്ഥലവും ഇന്ത്യയിലെ ലോകത്തെ എവിടെയും എനിക്കതാണ് ഇഷ്ടം. ട്രാവൽ ചെയ്ത് പോവുക, ട്രാവലറായിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ നമ്മൾ പ്രകൃതി, കാശ്മീർ നമ്മൾ വന്നെന്തിനാണ്? പ്രകൃതി കാണാനാണ്. പ്രകൃതി കാണാൻ വന്ന നമ്മൾ ഇവർ പ്രകൃതി ഒന്നല്ല കാണിക്കണേ. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാനിത് കാശ്മീർ മാത്രമല്ല പറയുന്നത്. നമ്മൾ ഊട്ടിയിൽ പോയാൽ, മൂന്നാർ പോയാൽ, നമ്മൾ വയനാട് പോയാൽ, എവിടെ ചെന്നാലും അത് നമ്മളെ ആളുകൾ തന്നെ ആക്കിയെടുത്തായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഓരോരോ ഫീസുകൾ, എന്നിട്ട് കുറേ യൂണിയൻകാർ, പിന്നെ അവിടുത്തെ കുറേ മാമൂലുകൾ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. വെറുത്തു പോയെന്ന് വെച്ചാൽ വെറുത്തു. നമ്മൾ ആസ്വദിക്കാൻ വന്നിട്ട് നമ്മൾ ടെൻഷനിലാണ്. ഇത് എങ്ങനെ ഇവരെടുത്ത് ബാർഗെയിൻ ചെയ്യാം, എങ്ങനെ ഇവർ നമ്മൾ ചതിക്കുമോ, നമ്മളെ പറ്റിക്കപ്പെടുമോ, ഇങ്ങനെയുള്ള ടെൻഷൻ അങ്ങനെ അനുഭവിച്ച് എന്ത് ആസ്വദിക്കാൻ പറ്റും, ടൂർ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കയറാം കേട്ടോ. എയർപോർട്ടിൻ്റെ ബോർഡറിൽ നിന്ന് പോയിട്ട് ഭയങ്കര ചടങ്ങാണ് ഈ ശ്രീനഗർ എയർപോർട്ടിൽ. കാരണം ഒരുപാട് മിലിറ്ററി ഇതൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചെക്കിങ്ങാണ്.
ഗേറ്റിൻ്റെ അവിടെ നിന്നുണ്ടെങ്കിൽ നമ്മളെ ചെക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഒരു പരുവാകും. പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ, അല്ല നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ അത്രേ ഉള്ളൂ ഈ ചെറിയൊരു എയർപോർട്ട്. ചെറിയ 2 ടെർമിനലുള്ളൂ, ഒരു അറൈവലും ഡിപ്പാർച്ചറും. ഐ മീൻ ഗേറ്റ്, ഒറ്റ ഗേറ്റുള്ളൂ, ഓരോ ഗേറ്റുകളുള്ളൂ. മറ്റുള്ള എയർപോർട്ടുകളൊക്കെ ഒരുപാട് ഗേറ്റുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല. അപ്പം നമ്മുടെ എയർ ഇന്ത്യയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ബോർഡിങ്ങിലേക്ക് കിടക്കാണ്. ഓക്കെ.